ഹലോ, വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോണത് ജീവശാസ്ത്രത്തിൽ ഉള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ഫസ്റ്റ് ടോപ്പിക് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ടോപ്പിക്കുമായി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഓൾറെഡി നമ്മളൊരു സെറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജനറൽ ആയിട്ട് മിക്സഡ് ആയിട്ട് എല്ലാ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള MCQയുടെ ഫസ്റ്റ് സെറ്റാണ്, പക്ഷെ MCQ സെക്ഷനിൽ സെക്കൻഡ് സെറ്റാണ് നോക്കാം നമ്മൾക്ക്. അപ്പം നമ്മൾ ഇന്ന് നോക്കാനായിട്ടുള്ള ടോപ്പിക് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? പേശികളുടെ പ്രവർത്തനത്തിന്, മസിൽസിന്റെ പ്രവർത്തനത്തിന് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം നമുക്കറിയാം, നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഈ കള്ളു കുടിച്ചിട്ടുള്ള ആളുകൾ നല്ല രീതിയിലല്ല, അവരുടെ നടത്തം എന്ന് പറയുന്നത് അവരുടെ പേശികളായിട്ട് യാതൊരു രീതിയിൽ കൺട്രോളും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ നടക്കുന്നത് എങ്ങനെയാണ്, അവർ പേശികളുടെ പ്രവർത്തനം നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ സാധിക്കാത്തതുകൊണ്ട്. അതായത് നമ്മുടെ ബ്രെയിനിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ പോലെയുള്ള ഭാഗങ്ങൾ. അപ്പം അത് ശരീരത്തിലെ നമ്മുടെ ബ്രെയിനിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ബ്രെയിനിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. ഈ സെറിബെല്ലത്തിനെ ഇങ്ങനെ കള്ളുകുടിച്ചിട്ട് ഉള്ള ആളുകൾക്ക് ബാധിക്കും, സെറിബെല്ലത്തിന്റെ പ്രവർത്തനത്തിന് ബാധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പേശികളുടെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കില്ല. അതുകൊണ്ടാണ് അവർ മര്യാദയ്ക്ക് നടക്കാത്തത്. അപ്പോൾ പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? അത് സെറിബെല്ലാണ് കേട്ടോ. അതുപോലെ തലാമസ് എന്ന് പറയുന്നത് ബ്രെയിനിലെ റിലേ സെന്റർ എന്ന് പറയുന്നത് തലാമസ് ആണ്. റിലേ തല എന്നാലോചിക്കുക. അപ്പോൾ റിലേ സെന്റർ തലാമസ് ആണ്. അപ്പോൾ മിഡിൽ ഒബ്ലോങ്കേറ്റയും ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അത് നമ്മുടെ ഹാർട്ട് ബീറ്റ്, നമ്മുടെ BP, അതുപോലെ നമ്മുടെ ശ്വസനമൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ പറയുന്ന മിഡിൽ ഒബ്ലോങ്കേറ്റ. അപ്പോൾ തലൻ്റെ ബാക്കിലായിട്ടാണ് ഈ മിഡിൽ ഒബ്ലോങ്കേറ്റ കാണുന്നത്. അതുകൊണ്ടാണ് തലൻ്റെ ബാക്കിലേക്ക് അടി കൊണ്ടു കഴിഞ്ഞാൽ അവർ ശ്വാസം നിലയ്ക്കുക എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ മിഡിൽ ഒബ്ലോങ്കേറ്റാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സെറിബ്രം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാർട്ടാണ് ബ്രെയിനിലെ. അതേപോലെ സെറിബെല്ലം എന്ന് പറയുന്നത് ഈ പറയുന്ന പേശികളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ്. പിന്നെ സെറിബ്രത്തിലാണ് ഒത്തിരി പ്രധാനപ്പെട്ട ഫങ്ഷൻസ്, നമ്മുടെ ഇമോഷണൽ കൺട്രോൾ, അതുപോലെ നമ്മുടെ മെമ്മറി, ആ കാര്യങ്ങൾ, നമ്മുടെ സെൻസ്, നമുക്ക് ഇപ്പോൾ ലൈറ്റ്, സ്മെല്ല്, ടച്ച്, സൈറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നത് ഈ പറയുന്ന സെറിബ്രം എന്നുള്ള ഏറ്റവും വലിയ പാർട്ടാണ്. സെറിബ്രം എന്ന് പറയുന്ന രണ്ട് പാർട്ടായിട്ടാണ് ഉള്ളത്. ഇങ്ങനെ ബ്രെയിൻ നമ്മൾ എടുക്കുന്ന സമയത്ത് ബ്രെയിനിൽ ഇതിങ്ങനെ രണ്ട് പാർട്ടാണ് ഉള്ളത്. ആ രണ്ട് പാർട്ടാണ്, രണ്ട് ഹെമിസ്ഫിയർ ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന സെറിബ്രത്തിനെ ഭാഗിച്ചിരിക്കുന്നത്. അത് രണ്ടും കൂടെ കണക്ട് ചെയ്യുന്നത് കോർപ്പസ് കലോസം എന്ന് പറയുന്നൊരു ടിഷ്യൂ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ തലാമസ് റിലേ സെന്റർ ആണ്. മിഡിൽ ഒബ്ലോങ്കേറ്റ ബ്രീത്തിങ്ങും കാര്യങ്ങളൊക്കെ, അതായത് ശ്വസനവും അതുപോലെ ഹാർട്ട് റേറ്റും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് മിഡിൽ ഒബ്ലോങ്കേറ്റയാണ്. ഹൃദയസ്പന്ദനമൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മിഡിൽ ഒബ്ലോങ്കേറ്റയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമോ സെറിബ്രൽ കോർട്ടെക്സിലെ പ്രവർത്തനം തകരാറാകുന്നത് മൂലമോ ഉണ്ടാകുന്ന രോഗം. അതായത് നമ്മുടെ CNS അഥവാ സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ കേന്ദ്ര നാഡീവ്യവസ്ഥയില ന്യൂറോണുകൾ, നെർവുകൾ അല്ലേ, അത് നശിക്കുകയും അതേപോലെ സെറിബ്രൽ കോർട്ടെക്സിലെ പ്രവർത്തനം തകരാറാക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗം ഏതാണ്? അൽഷിമേഴ്സ് ആണോ, പേവിഷബാധയാണോ, പാർക്കിൻസൺസ് രോഗമാണോ, അതുപോലെ അപസ്മാരാണോ, ഏതാണ്? അതിൻ്റെ രോഗം എന്ന് പറയുന്നത് അൽഷിമേഴ്സ്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നതിൽ വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാ? ശരിക്കും ഇത് വിറ്റാമിൻ്റെ ഭാഗത്താണ് വരിക, എന്നാലും ഇതിലിരുന്നോട്ടെ, നമ്മുടെ ഹ്യൂമൻ ബോഡി തന്നെയാണല്ലോ. അപ്പോൾ ആർത്രൈറ്റിസ്, എയ്ഡ്സ്, നിശാന്തത, ഡിഫ്തീരിയ. നിശാന്തതയാണ് കേട്ടോ. വിറ്റാമിൻ എന്റെ കുറവാണ്. വിറ്റാമിൻ എന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് നിശാന്തത. നമ്മുടെ കണ്ണിനെ ബാധിക്കുന്നതാണ്, നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയും. വിറ്റാമിൻ A എന്ന് പറയുന്നത് കണ്ണിന് വളരെ ആവശ്യമായിട്ടുള്ളൊരു വിറ്റാമിൻ ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാ? അത് നിശാന്തതയാണ്. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നത് ഏതിലാണെന്നാണ്. ഹീമോഗ്ലോബിൻ നമുക്കറിയാം, നമ്മുടെ ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്നത് ആരാണ്? ഹീമോഗ്ലോബിൻ ആണ് അല്ലേ. ഹീം എന്ന് പറയുമ്പോൾ അത് ബ്ലഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ബ്ലഡിനെ റെഡ് കളർ കൊടുക്കുന്നത് ഹീമോഗ്ലോബിൻ ആണ്. അപ്പോൾ ഈ റെഡ് കളർ കൊടുക്കുന്ന ഹീമോഗ്ലോബിൻ ഏതിലാണ് അടങ്ങിയിരിക്കുന്നത്? നമുക്കറിയാം ബ്ലഡിൽ ഒത്തിരി ഉണ്ട് അല്ലേ, അരുണ രക്താണുക്കൾ, ശ്വേത രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒത്തിരി പാർട്ടിക്കിൾസ് വേറെയും കിടക്കുന്നുണ്ട്. അതിൽ ഏത് രക്താണുക്കളിലാണ് ഈ പറയുന്ന ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത്? റെഡ് കാണുന്നത് റെഡ് കളർ അല്ലേ, ബ്ലഡിൽ RBC അഥവാ അരുണ രക്താണുക്കളിലാണ്. റെഡ് ബ്ലഡ് കോർപ്പസൽസ് അഥവാ അരുണ രക്താണുക്കളിലാണ് ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നത്.
അതുപോലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിക്കാം. അത് അയൺ ആണ്. അയൺ കുറയുമ്പോൾ ബ്ലഡ് കുറയണമെന്നൊക്കെ പറയാറില്ലേ, അല്ലെ, അനീമിയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്നത് അയണും ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നത് അരുണ രക്താണുക്കളിലാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് ഏത്? നമ്മുടെ ആമാശയത്തിൽ ഡൈജഷനൊക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ, ദഹനം നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഒരു ആസിഡ് അവിടെ ആമാശയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് ഏത് ആസിഡ് ആണെന്നാണ് ചോദ്യം. HNO3 നൈട്രിക് ആസിഡ് ആണോ? HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണോ? H2SO4 സൾഫ്യൂറിക് ആസിഡ് ആണോ? CaCO3 കാൽസ്യം കാർബണേറ്റ് ആണോ? ഈ 3 ആസിഡുകൾ ഏതോ ഒന്നാണ്. അതേതാണ്? HCl ആണ്. ആമാശയത്തിന്റെ ഷേപ്പ് എങ്ങനെയാ? ഇങ്ങനെയല്ലേ അതിന്റെ ഷേപ്പ്, അല്ലേ? ഇത് ഇങ്ങനെയല്ലേ ഷേപ്പ്? അത് ഏതാണ്ട് സി പോലെ, ജെ ആണ്, പക്ഷെ നല്ല സി പോലെ തോന്നുന്നു എന്ന് ആലോചിക്കുക. അപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡ്, അവിടെ സി ഉണ്ട് എന്നുള്ളത് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പൊ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് ഏതാ? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇങ്ങനെ കണ്ടുകൊണ്ട് HCl നമുക്ക് ഊഹിക്കാം, പക്ഷെ അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെന്നുള്ളത് കൂടെ മനസ്സിലാണ്. കെമിസ്ട്രിയിൽ നിങ്ങൾ ഇതിന്റെയൊക്കെ ഫോർമുലാസ്, ഇതുപോലെയുള്ള അതിന്റെ കെമിക്കൽ നെയിം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലെ, അതിന്റെ നൊട്ടേഷൻസ്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ ഇന്ന ആസിഡ് എന്ന് തരാണ്ട് ഇങ്ങനെ തന്നാലും നിങ്ങൾക്കത് തിരിച്ചറിയണം. അപ്പൊ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 6th ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തിലെ ഏതെങ്കിലും രക്തക്കുഴലുകൾ പൊട്ടുന്നത് കൊണ്ടുണ്ടാകുന്ന അസ്വാസ്ഥ്യം. നമ്മുടെ മസ്തിഷ്കത്തിലെ ബ്രെയിനില് ഏതെങ്കിലും രക്തക്കുഴലുകൾ പൊട്ടിയാൽ ഉണ്ടാകുന്ന അസ്വാസ്ഥ്യത്തിന് എന്താ നമ്മൾ പറയാന്നാണ് ചോദ്യം. സെറിബ്രൽ ഹെമറേജ് എന്നാണോ? മെനിഞ്ചൈറ്റിസ് എന്നാണോ? നാഡി ഗാംഗ്ലിയോൺ എന്നാണോ? ആക്സോൺ ഹെമറേജ് എന്നാണോ? ഹെമറേജ് ആണ്. സെറിബ്രൽ എന്ന് ഹെമറേജ് തന്നെ ആയിരിക്കും, അല്ലെ? മസ്തിഷ്കം പറയുമ്പോൾ അവിടെ മെയിൻ ആയിട്ട് സെറിബ്രം തന്നെയാണ് അവിടെ മെയിൻ ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ സെറിബ്രൽ ഹെമറേജ് ആണ് മസ്തിഷ്കത്തിലെ രക്തക്കുഴൽ പൊട്ടുന്നത് മൂലം ഉണ്ടാകുന്ന അസ്വാസ്ഥ്യത്തിന് നമ്മൾ പറയുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, സെറിബ്രൽ ഹെമറേജ്. 7th ക്വസ്റ്റ്യൻ, അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ. നമുക്കറിയാം, നമുക്ക് പെട്ടെന്ന് ടെൻഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പേടിയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും, അല്ലെ? നമ്മൾ നോർമലി ഉള്ളത് പോലെ ആയിരിക്കില്ല. നമുക്ക് പെട്ടെന്നൊന്ന് ടെൻഷൻ ആയാലും പെട്ടെന്നൊന്ന് പേടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? ബ്ലഡ് പ്രഷറൊക്കെ നമ്മുടെ കൂടും, ശരീരത്തിൽ കൂടെ രക്തമൊക്കെ ചില ഭാഗത്തും മാത്രമായിട്ട് ഒതുങ്ങിക്കൂടും, അല്ലെ? ബ്ലഡൊക്കെ അങ്ങനെ കൈവിരലുകളിലും കാൽവിരലുകളിലൊക്കെ അങ്ങ് വന്ന് നിന്ന് കഴിഞ്ഞാൽ ആ ഭാഗത്തൊക്കെ കൈയൊക്കെ നല്ല തണുപ്പായിരിക്കും. അതേപോലെ BP നല്ലോണം കൂടും, നമ്മൾ ആകെ വിളർക്കും, നമ്മുടെ ശരീരത്തിലൂടെ വിയർപ്പ് നല്ലോണം വരും, രക്തയോട്ടം നല്ലോണം കൂടും, അങ്ങനെ ബോഡിയിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ നമുക്കൊരു അടിയന്തര സാഹചര്യം വരുമ്പോൾ, ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരീരത്തിൽ സംഭവിക്കാൻ കാരണമായിട്ടുള്ളത് ഒരു ഹോർമോണാണ്. ആ ഹോർമോണിന്റെ പേരെന്താണ്? ഹോർമോണുകൾ നമ്മൾ ഒത്തിരി ഹോർമോണുകൾ ഉണ്ട്, നമ്മുടെ ബോഡിയിൽ ഒത്തിരി ഭാഗങ്ങൾ ഒത്തിരി ഹോർമോൺസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ തൈറോയ്ഡ് ഗ്രന്ഥിയാണെങ്കിൽ തൈറോക്സിൻ ഉണ്ടാക്കാറുണ്ട്, അല്ലെ? അതുപോലെ നമ്മളുടെ കിഡ്നിന്റെ മുകളിൽ ഒരു അഡ്രീനൽ ഗ്രന്ഥി ഉണ്ട്. ആ അഡ്രീനൽ ഗ്രന്ഥി എന്ത് ചെയ്യുന്നുണ്ട്? അഡ്രീനാലിനും നോർ അഡ്രീനാലിനും ഒക്കെ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ഇൻസുലിൻ, പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ് അഥവാ ബീറ്റ കോശങ്ങളാണ് ഈ പറഞ്ഞ ഇൻസുലിനെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്നതും പാൻക്രിയാസിലെ ആൽഫ കോശങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആൽഫ കോശങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു തരം ഹോർമോൺസ് ആണ്. ഈ പറഞ്ഞ ഇൻസുലിനും ഗ്ലൂക്കോഗോണാണ് നമ്മുടെ ബോഡിയിലെ ഷുഗർ അഥവാ പഞ്ചസാരയുടെ അളവിനെ നിലനിർത്തുന്നത്, കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് ഈ പറയുന്ന രണ്ടെണ്ണമാണ്. അത് പോട്ടെ. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി ഹോർമോണുകളുണ്ട്. അപ്പൊ ഇതിൽ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ ഏതാണ്? അപ്പൊ നമ്മൾക്ക് അതിന് എമർജൻസി ഹോർമോൺ എന്നാണ് പറയാ, അടിയന്തര ഹോർമോൺ എന്നാണ് അതിന് നമ്മൾ പറയാ. അതിന്റെ പേരാണ് അഡ്രീനാലിൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പേശിക അമ്ലം ഉണ്ടാകുമ്പോൾ അടിഞ്ഞുകൂടുന്ന അമ്ലം ഏതാണ്? അതായത് നമ്മുടെ ബോഡിയിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം, കുറേ നേരം നിങ്ങൾ കൈ കൊണ്ട് എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുന്ന സമയത്തേ നിങ്ങളുടെ കയ്യിൽ ആ മസിലിന്റെ അവിടെയൊക്കെ പെട്ടെന്ന് എന്തായാലും ഒരു കടച്ചിൽ തോന്നും, അല്ലെ? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആസിഡ് അവിടെ ഉണ്ടാവുന്നത് കൊണ്ടാണ്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ അങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ആസിഡ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ അടിഞ്ഞുകൂടുമ്പോൾ ഒരു പെർട്ടിക്കുലർ ആ അവസ്ഥനെ ഒരു പേര് പറയാറുണ്ട്, അതിന് മസിൽ ഫാറ്റിഗ് എന്നാ പറയാം. അപ്പൊ ഇതില് നമ്മൾ പേശിക അമ്ലം ഉണ്ടാകുമ്പോൾ അടിഞ്ഞുകൂടുന്ന അമ്ലം ഏതാണെന്ന് ചോദിച്ചാൽ നൈട്രിക് അമ്ലമല്ല, അസറ്റിക് അമ്ലമല്ല, ടാറ്റാറിക് അമ്ലമല്ല, അത് ലാക്റ്റിക് ആസിഡ് ആണ്. ഓപ്ഷൻ സി ലാക്റ്റിക് അമ്ലം അഥവാ ലാക്റ്റിക് ആസിഡ് ആണ് അങ്ങനെ അടിഞ്ഞുകൂടുമ്പോൾ ഉണ്ടാവുന്ന അമ്ലം എന്ന് പറയുന്നത്. 9, മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം എന്താണ്?
മൂത്രത്തിലൊരു ഒരു ചെറിയ മഞ്ഞ ടിൻറ്റ് കാണാറുണ്ടല്ലേ, അതിനുള്ള കാരണം ആരാണ്? അതിലുള്ള ലിംഫിന്റെ പ്രസൻസ് ആണോ, അതിലുള്ള ബൈലിന്റെ പ്രസൻസ് ആണോ, അതിലുള്ള കൊളസ്ട്രോളിന്റെ പ്രസൻസ് ആണോ, അതിലുള്ള യൂറോക്രോമിന്റെ പ്രസൻസ് ആണോ? മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം അതിൽ കാണപ്പെടുന്ന യൂറോക്രോമിന്റെ പ്രസൻസ് ആണ്. ഈ പറഞ്ഞ യൂറോക്രോം അതിലുള്ളത് കൊണ്ടാണ് മൂത്രത്തിന് എന്ത് നിറത്തിൽ നമുക്ക് കാണുന്നത്? മഞ്ഞ നിറത്തിൽ കാണുന്നത്. 10ാമത്തെ ചോദ്യം, ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ച ആദ്യ മനുഷ്യ അവയവം ഏതാണ്? ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ചിട്ടുള്ള ആദ്യത്തെ മനുഷ്യന്റെ അവയവം ഏതാണ്? അത് വൃക്കയാണോ, കരളാണോ, ഹൃദയമാണോ, കോർണിയയാണോ? ഇപ്പൊ കണ്ടിടത്തോളം നമുക്ക് പിന്നെ ഒരു ഭേദം തോന്നുന്നു. ഹൃദയം എന്തായാലും ആവാൻ ചാൻസ് ഇല്ല, കാരണം തുടക്കത്തിൽ തന്നെ മാറ്റി വെക്കുമ്പോൾ ഇത്രയും വലിയ റിസ്ക് എടുത്തിട്ട് ആകെ ഒരു ഹൃദയമല്ലേ ഉള്ളൂ, ഒരു റിസ്ക് എടുത്തിട്ട് എന്തായാലും അവരത് ഹൃദയം മാറ്റി വെക്കാനായിട്ട് നിന്നുണ്ടാവില്ല. പിന്നെ 2 വൃക്കയുള്ളതുകൊണ്ട് വൃക്ക അവിടെ മാറ്റി വെക്കാനുള്ള സാധ്യത ഉണ്ട് അല്ലെ. നമുക്ക് ആകെ ഒരു വൃക്ക കൊണ്ട് നമുക്ക് ഒത്തിരി കാലം ജീവിക്കാവുന്നതാണ്, ഒരു ആരോഗ്യമുള്ള വൃക്കയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ എന്തായിരിക്കും അവിടെ പരീക്ഷിച്ചിട്ടുണ്ടാവുക? വൃക്ക മാറ്റി വെച്ചിട്ടാണ് അവർ പരീക്ഷിച്ചിട്ടുണ്ടാവുക. അപ്പൊ ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ച ആദ്യത്തെ മനുഷ്യ അവയവം എന്ന് പറയുന്നത് ഓപ്ഷൻ എ വൃക്കയാണ്. കോർണിയ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കണ്ണിന്റെ മുകളിൽ അല്ലെ, നമ്മുടെ കണ്ണ് ഇങ്ങനെ പൊന്തിട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഈ കോർണിയ എന്ന് പറയുന്നത്. കണ്ണിലൊരു ഭാഗമാണ് കോർണിയ കേട്ടോ. 11ാമത്തെ ചോദ്യം, ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏതാണ്? നമുക്കറിയാലോ, നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ഓക്സിജൻ ആണ് അകത്തേക്ക് ശ്വസിക്കുന്നത്. ആ ഓക്സിജൻ നമ്മൾ അകത്തേക്ക് ശ്വസിക്കുന്ന സമയത്ത് ഈ ഓക്സിജൻ ആണ് നമ്മുടെ ബോഡിയിൽ പല മെറ്റബോളിക് ആക്ടിവിറ്റീസ്, നമ്മുടെ ശരീരത്തിൽ പല പ്രവർത്തനങ്ങൾ നടക്കുന്നതിനായിട്ട് ഈ ഓക്സിജൻ നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ ഈ ഓക്സിജൻ അവിടെ പ്രവർത്തനമൊക്കെ ചെയ്തിട്ട് നമ്മുടെ ബോഡിയിൽ നമുക്ക് വേണ്ടാത്ത കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ശ്വാസകോശത്തിന്റെ സഹായത്തോടു കൂടി പുറത്ത് മൂക്കിലൂടെ നമ്മൾ പുറത്തേക്ക് വിടുകയാണല്ലേ. അപ്പൊ ഓക്സിജൻ അകത്തേക്ക് ശ്വസിക്കും, പുറത്തേക്ക് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ അകത്തേക്ക് ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഓക്സിജൻ നമ്മുടെ ബോഡിയിൽ പല ഭാഗത്തിലേക്കും പോകണമെന്നുണ്ടെങ്കിൽ അത് ബ്ലഡിൽ കൂടെ മാത്രമേ പോകാറുള്ളൂ. ഈ ബ്ലഡിൽ കൂടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കുന്നത് ബ്ലഡിലുള്ള ചുവന്ന രക്താണുക്കളാണ്. ഓക്കെ, ബ്ലഡിലുള്ള ചുവന്ന രക്താണുക്കളാണ്, വെളുത്ത രക്താണുക്കളല്ല. വെളുത്ത രക്താണുക്കൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി സഹായിക്കുന്നത് ഈ പറയുന്ന വെളുത്ത രക്താണുക്കൾ. പുറമേ നിന്ന് വരുന്ന മറ്റുള്ള ജീവികളുടെ ആക്രമണങ്ങളിൽ നിന്നൊക്കെ നമ്മളുടെ ബോഡിനെ സേഫ് ആക്കി നിർത്തുന്ന വെളുത്ത രക്താണുക്കളാണ്. പ്ലേറ്റ്ലെറ്റിൽ എന്താ ചെയ്യുക? നമ്മുടെ ശരീരത്തിൽ രക്തം വാർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് രക്തത്തിന് കട്ട പിടിപ്പിക്കുന്നത് ഈ പറയുന്ന പ്ലേറ്റ്ലെറ്റുകളാണ്. ഈ ചുവന്ന രക്താണുക്കൾ RBC, ചുവന്ന രക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ ആണ് ഈ പറയുന്ന ഓക്സിജനെ കൊണ്ടുപോവുകയും അതുപോലെ തന്നെ അവിടെ നിന്ന് വേണ്ടാത്ത കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന ഹീമോഗ്ലോബിന്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓക്സിജൻ ചേർത്തുള്ള ഹീമോഗ്ലോബിനെ ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയും. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ചേർത്തുള്ള ഹീമോഗ്ലോബിനെ കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ ആ ഓക്സിജൻ വേഗം എന്ത് ചെയ്യും? ബ്ലഡിലുള്ള RBCയിലുള്ള ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറും. അതിനായിട്ട് വേണ്ട മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കേണ്ട ഭാഗത്തേക്കൊക്കെ ഈ പറയുന്ന ഓക്സിജൻ പോയി അവിടെ ആ ആക്ടിവിറ്റീസ് ഒക്കെ നടന്ന് ബാക്കി വരുന്ന വേസ്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യും? ഈ ഓക്സിജൻ അവിടെ പോയി ഇരിക്കും, ഓക്സിജന്റെ സ്ഥാനത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വരും. ഈ ഹീമോഗ്ലോബിൻ നേരെ ശ്വാസകോശത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. ശ്വാസകോശം ബ്ലഡിൽ നിന്നും ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കും, കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെ പുറത്തേക്ക് തള്ളാണ് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ആരാണ്? അത് ചുവന്ന രക്താണുക്കളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ചോദ്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട, പലർക്കും അറിയാവുന്ന കാര്യമാണ്, കുറെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ. സിറോസിസ് എന്ന രോഗം ശരീരത്തിലെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് സിറോസിസ്? ചെറുകുടൽ, ആമാശയം, ശ്വാസകോശം, കരളിനെ ബാധിക്കുന്നതാണ് സിറോസിസ് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഒത്തിരി ഡ്രിങ്ക്സ് ഒക്കെ അടിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? ഇതുപോലെ നമ്മുടെ കരൾ ഒരു 0 ആയിട്ട് മാറിയിട്ട് സിറോസിസ് എന്നുള്ള അസുഖം ഉണ്ടാവുന്നു. അങ്ങനെയല്ല, കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. കരളിനെ ബാധിക്കുന്നതാണ് ആരാ? സിറോസിസ് എന്ന് പറയുന്ന രോഗം. അടുത്ത ക്വസ്റ്റ്യൻ, കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? നമ്മളിപ്പോൾ കണ്ടു, പുറമേക്ക് നമ്മളൊരു സാധനം കാണുന്നത് കണ്ടു എന്നുള്ളത് നമ്മുടെ ബ്രെയിൻ പറഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് പിന്നീട് മനസ്സിലാവുള്ളൂ, ഞാൻ ഇന്ന സാധനം കണ്ടു എന്നുള്ളത്. അല്ലാണ്ട് കണ്ണുകൊണ്ട് സാധനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ കണ്ടു, പക്ഷെ അത് കണ്ടു എന്നത് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ ബ്രെയിൻ പറയണം. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ പല കാര്യങ്ങളും സെൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ആരാന്നാ പറഞ്ഞത്? നമ്മൾ കുറച്ചപ്പോഴേ പറഞ്ഞുള്ളൂ അല്ലെ. മെഡുല്ല ഒബ്ലോങ്കേറ്റ അല്ല അല്ലെ. മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ ശ്വസനത്തെയും അതുപോലെ
ഹാർട്ട് ബീറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് മെഡുല ഒബ്ലോങ്കേറ്റ. സെറിബെല്ലം എന്ത് ചെയ്യും? പേശി പ്രവർത്തനങ്ങൾ ആണ് അത് കൺട്രോൾ ചെയ്യുന്നത്. സെറിബ്രമാണ് സെൻസർ അല്ലെ, ഇതുപോലുള്ള സെൻസറി ആയിട്ടുള്ള കാര്യങ്ങൾ, കാണുക, കേൾക്കുക, ടച്ച് ചെയ്യുക, സ്മെല്ല് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്നത് ആരാണ്? സെറിബ്രമാണ്. അപ്പൊ കാഴ്ച നമ്മൾ കണ്ടു എന്നുള്ള ബോധം ഉണ്ടാക്കുന്നത് ആരാണ്? ഈ പറഞ്ഞ തലച്ചോറിന്റെ ഭാഗമാണ്, സെറിബ്രമാണ്. കോർണിയ എന്ന് പറയുന്നത് കണ്ണിലെ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ. അപ്പോൾ സെറിബ്രമാണ് കാഴ്ചയെക്കുറിച്ചുള്ള ബോധം നമ്മൾ ഉളവാക്കുന്ന തലച്ചോറിന്റെ ഭാഗം. അടുത്ത ക്വസ്റ്റ്യൻ, രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണെന്നാണ് ചോദിക്കുക. നമ്മൾ പ്ലേറ്റ്ലെറ്റ് ആണ് സഹായിക്കുക. അപ്പൊ അതിലുള്ള ഗ്ലൈക്കോജൻ അല്ല, ഫൈബ്രിനോജൻ, ആൽബുമിൻ, ഗ്ലോബുലിനിലെ ഫൈബ്രിനോജൻ ആണ് ഈ പറയുന്ന രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. ഈ പ്ലാസ്മ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഈ പറയുന്ന പ്ലാസ്മയിൽ പ്രധാനമായിട്ടും ഒരു 5 ബ്ലഡിന്റെ പ്രോട്ടീൻസ് ഉണ്ട്, രക്തത്തിന്റെ പ്രോട്ടീനുകളുണ്ട്. അപ്പൊ ഈ പറയുന്ന പ്രോട്ടീനുകളാണ് ആൽബുമിൻ, ഗ്ലോബുലിൻ, ഇമ്മ്യൂണോഗ്ലോബുലിൻ, പ്രോത്രോംബിൻ, ഫൈബ്രിനോജൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതിലെ ഫൈബ്രിനോജൻ എന്നുള്ളത് എന്തിനു സഹായിക്കുന്ന? രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ. അടുത്ത ക്വസ്റ്റ്യൻ, ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം. നമ്മുടെ ത്വക്കിനും നമ്മുടെ രോമമൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ സോഫ്റ്റ് ആയിരിക്കാൻ കാരണമായിട്ടുള്ള ദ്രാവകം ഏതാണെന്നാണ് ചോദ്യം. സിബമാണോ, തയലിനാണോ, റൈബോസോം ആണോ, മെലാനിൻ ആണോ? മെലാനിൻ എന്ന് പറയുന്നത് നമ്മളുടെ കണ്ണിനും അതുപോലെ തന്നെ നമ്മുടെ ത്വക്കിനൊക്കെ കളർ കൊടുക്കുന്ന അല്ലെ. മെലാനിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നല്ല കറുത്ത ആളുകളായിരിക്കും അല്ലെ. മെലാനിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആ ഒരു ബ്ലാക്കിന്റെ ടിന്റ് കുറഞ്ഞു വരും. റൈബോസോം എന്ന് പറയുന്നത് നമ്മളുടെ സെല്ലിലുള്ള ഒരു ഓർഗണലാണ് അല്ലെ. നമ്മുടെ സെല്ല് അഥവാ കോശത്തിലുള്ള ഒരു അംഗം അഥവാ കോശാംഗമാണ് ഈ പറയുന്ന റൈബോസോം എന്ന് പറയുന്നത്. സിബമാണ് ഈ പറയുന്ന ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം. സിബേഷ്യസ് ഗ്ലാൻഡ് നമ്മുടെ ത്വക്കിൽ കാണുന്നുണ്ട്, അത് പുറപ്പെടുവിക്കുന്നതാണ് ഈ പറയുന്ന സിബം എന്ന് പറയുന്നത്. ഒരു സോഫ്റ്റ്നെസ് നമ്മുടെ ത്വക്കിനൊക്കെ തോന്നുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 16ാമത്തെ ക്വസ്റ്റ്യൻ, നാം ഒരു വസ്തുവിനെ നോക്കുമ്പോൾ പ്രതിബിംബം പതിയുന്നത് കണ്ണിന്റെ ഏത് ഭാഗത്താണ്? നമ്മൾ കണ്ടു എന്നുള്ള ഉറപ്പിക്കുന്നത് സെറിബ്രം ആണെങ്കിലും ഈ സംഭവം കണ്ടു കഴിഞ്ഞാൽ ആ കാണുന്ന ചിത്രം നമ്മുടെ കണ്ണിൽ പതിയും. കണ്ണിൽ 3 ലെയർ ഉണ്ട്. ഏതൊക്കെയാണ് ആ ലെയർ എന്ന് പറയുന്നത്? നമ്മളുടെ പുറമേ കാണുന്ന ഈ വെള്ള കളർ അല്ലെ, വെള്ളയിലാണല്ലോ കൃഷ്ണമണി കാണുന്നത്. ഈ പറയുന്ന വെള്ള കളറിലുള്ളതാണ് സ്ക്ലീറ എന്ന് പറയും. അത് കഴിഞ്ഞ് കുറേ രക്തപടലങ്ങളൊക്കെ കാണുന്ന രക്തപടലം എന്ന് പറയുന്ന കൊറോയിഡ് പറയും. സ്ക്ലീറ എന്ന് പറയുന്നത് ദൃഢപടലം, കൊറോയിഡ് എന്ന് പറയുന്നത് രക്തപടലം. ഇത് കഴിഞ്ഞ് 3ാമത്തൊരു ഭാഗമുണ്ട്, റെറ്റിന എന്ന് പറയും. ഈ റെറ്റിനയാണ് എന്ത് പതിക്കുന്നത്? ഈ പറയുന്ന എന്തെങ്കിലും നമ്മൾ കാണുന്ന സാധനം, കാണുന്ന എന്ത് ചിത്രം ഒരു ക്യാമറയിൽ എന്ന പോലെ തലകീഴായി വന്ന് പതിക്കുന്നത് എവിടെയാണ്? ഈ പറയുന്ന റെറ്റിനയിലാണ്. അപ്പോൾ നമ്മൾ കണ്ണിങ്ങനെ എടുക്കുന്ന സമയത്ത്, ഇതാണല്ലോ നമ്മുടെ കണ്ണെന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ണെടുക്കുന്ന സമയത്ത് ഏറ്റവും പുറമെയാണ് ഈ സ്ക്ലീറ കാണുക. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉള്ളിലൊരു ലെയർ ഉണ്ട്, അതാണ് രക്തപടലം. അതായത് ഏറ്റവും പുറമെ ദൃഢപടലം, പിന്നെ രക്തപടലം, ഇതിന് ഏറ്റവും ഉള്ളിലായിട്ടാണ് എന്ത് കാണുക? റെറ്റിന കാണുക. ഇതാണ് റെറ്റിന എന്ന് പറയുന്ന ഭാഗം, ഈ ഭാഗം. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ലെൻസിൽ തട്ടിയിട്ട്, ഇവിടെ നമ്മളൊരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ ലെൻസിൽ തട്ടിയിട്ട് ഈ പറയുന്ന ഭാഗത്തായിരിക്കും എന്ത് സംഭവിക്കുക? ഇത് പതിക്കുന്നുണ്ടാവുക. ഈ ഭാഗത്തായിരിക്കും അത് പതിക്കുന്നുണ്ടാവുക. റെറ്റിനയിലാണ്, നേത്രാവരണമല്ല, കോർണിയയല്ല, ലെൻസ് അല്ല. ലെൻസിലൂടെ കടന്നു പോയിട്ട് എവിടെ വന്ന് പതിക്കുന്നത്? അത് റെറ്റിനയിലാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ശരീരത്തിൽ രക്തത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം. നമ്മുടെ ബോഡിയിൽ രക്തത്തിന്റെ നിർമ്മാണത്തിന്, ബ്ലഡിന്റെ ഒത്തിരി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിലൊരു വിറ്റാമിൻ്റെ ആവശ്യമുണ്ട്. അത് ഏതാണ്? ഫിലോക്വിനോൺ, ഹീമോഗ്ലോബിൻ, ഫോളിക് ആസിഡ്, ടോക്കോഫെറോൾ. ഒത്തിരി വിറ്റാമിൻസ് ഉണ്ട്. ഓരോ വിറ്റാമിൻസിനും അതിൻ്റെതായിട്ടുള്ള വേറെ സയന്റിഫിക് ആയിട്ടുള്ള പേരുകളുണ്ട് കേട്ടോ. നമ്മൾ വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, അത് വിറ്റാമിൻ ബി തന്നെ പിന്നെയും കുറയണമുണ്ട്. ആ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള വേറെ പേരുണ്ട്. ഇപ്പൊ നമ്മൾ വിറ്റാമിൻ എ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് റെറ്റിനോൾ എന്നാ പറയാം, കാരണം അത് കണ്ണിന് വളരെ അത്യാവശ്യമായിട്ടുള്ളത് റെറ്റിനോളാണ്. അതുപോലെ ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. അപ്പം അതിൽ വിറ്റാമിൻ ഫോളിക് ആസിഡ് F9 എന്ന് വിറ്റാമിൻ
B9 എന്ന് പറയുന്ന വിറ്റാമിൻ ആണ് ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. അപ്പം അതാണ് എന്ത് ഈ പറയുന്ന കണ്ണിൻ്റെ ശരീരത്തിലെ രക്തത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ. അതുകൊണ്ടാണ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് ഫോളിക് ആസിഡ് കഴിക്കണം എന്ന് പറയുന്നത്. അത് പ്രഗ്നൻ്റ് ആവുന്നതിന് 3 മാസം മുമ്പ് തന്നെ ഫോളിക് ആസിഡ് കഴിക്കാൻ പറയുന്നതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ രക്തം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അനീമിക് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ പറയുന്ന ഫോളിക് ആസിഡ് കൺസ്യൂം ചെയ്തിരിക്കണം. അതുപോലെ നമ്മുടെ പ്രഗ്നൻസി പീരീഡിൽ ഉടനീളം ഈ പറയുന്ന ഫോളിക് ആസിഡ് കഴിക്കാൻ പറയാറുണ്ടല്ലോ. ഇത്ര കഴിച്ചു കഴിഞ്ഞാൽ അത്രയും രക്തത്തിൻ്റെ നിർമ്മാണത്തിന് അത് സഹായിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെയുള്ള സപ്ലിമെന്റ്സ് കഴിക്കാൻ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ഹൃദയത്തിൽ ഏത് അറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത്? മനുഷ്യ ശരീരത്തിൽ നമുക്ക് എത്ര അറയുണ്ട്? 4 അറയുണ്ട് അല്ലേ മനുഷ്യ ശരീരത്തിൽ. ഇത് മനുഷ്യ ഹൃദയമാണെന്ന് വിചാരിക്കാം. ഹൃദയത്തിന് 4 അറകളുണ്ട്. നമ്മുടെ ഇടതുഭാഗം, നമ്മളിപ്പോൾ ഈ ചിത്രം കാണുന്ന സമയത്ത് നിങ്ങളുടെ ഇടതുഭാഗം ഇതിൻ്റെ വലതുഭാഗമാണ്. ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. ഓക്കെ, അതിന് മുകളിലുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് ഏട്രിയം അഥവാ ഓറിക്കിൾ. താഴെയുള്ളതിന് പറയുന്ന പേരാണ് വെൻട്രിക്കിൾ. അപ്പോൾ ഇത് റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോൾ ഇതിൽ ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെൻട്രിക്കിളിലാണ്. ഈ വെൻട്രിക്കിളിൽ തന്നെ ഈ ഒരു ഭാഗത്തേക്കാണ്, അതായത് ഈ ഒരു പോർഷൻ ലെഫ്റ്റ് വെൻട്രിക്കിൾ അഥവാ ഇടത് വെൻട്രിക്കിളിലാണ് ഏറ്റവും കട്ടി കൂടിയിട്ടുള്ള ഭിത്തി കാണപ്പെടുന്നത്. നമുക്കറിയാലോ, ബ്ലഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചില വാൽവുകളുടെ സഹായത്തോടു കൂടി ഇത് താഴേക്ക് എത്തുന്നുണ്ട്. നല്ല പ്രഷറിലാണ് താഴേക്ക് വരിക. ഈ താഴെ നമ്മൾ ഇവിടുന്ന് പമ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ താഴേക്ക് നമ്മൾ ബ്ലഡ് ഇവിടെ ഓറിക്കിളിൽ എത്തി, അതായത് ഏട്രിയത്തിൽ എത്തിയിട്ട് താഴെ വെൻട്രിക്കിളിൽ എത്തിക്കഴിഞ്ഞാൽ വെൻട്രിക്കിളിൽ നിന്ന് അത് തിരിച്ച് പമ്പ് ചെയ്യുന്നുണ്ട്. അത് 2 ഭാഗത്തു നിന്നും പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പമ്പ് ചെയ്യുന്ന സമയത്ത് താഴെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഭിത്തി അല്ലാന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് താഴത്തെ ഭിത്തി ഇത്രയും കട്ടി, വെൻട്രിക്കിളിൻ്റെ ഭാഗത്തുള്ള ഭിത്തി ഇത്രയും കട്ടിയാവാൻ കാരണം. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കട്ടി ഇടത് വെൻട്രിക്കിളാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും അല്ലേ ബ്ലഡ് പോകുന്നത് അയോട്ട എന്ന് പറയുന്ന ഒരു രക്തധമനിയിൽ രക്തക്കുഴലിൽ കൂടെയാണ്. അപ്പോൾ അവിടേക്ക് അത്രയും ഫോഴ്സിൽ എല്ലായിടത്തേക്കും ബ്ലഡ് പമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടത് വെൻട്രിക്കിൾ നല്ല രീതിയിൽ സ്ട്രോങ് ആയിരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അത്രയും കട്ടി കൂടിയിട്ടുള്ള ഭിത്തി കാണപ്പെടുന്നത് കേട്ടോ. ഇനി 19, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാ? എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയും അല്ലേ. അത് അഡ്രീനൽ ഗ്രന്ഥിയാണോ, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണോ, തൈമസ് ഗ്രന്ഥിയാണോ, തൈറോയ്ഡ് ഗ്രന്ഥിയാണോ? നമ്മുടെ കഴുത്തിൽ ഒരു ബട്ടർഫ്ലൈൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് ഈ പറയുന്ന തൈറോയ്ഡ് ഗ്രന്ഥി. ഈ തൈറോയ്ഡ് ഗ്രന്ഥിയാണ് ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് നോക്കുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.